ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥിയാണ്, NDA സ്ഥാനാർത്ഥി കൂടിയിട്ടാണ് B. ഗോപാലകൃഷ്ണൻ. അദ്ദേഹം BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഫേസ്ബുക്കിലൊരു വീഡിയോ അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ച് പബ്ലിഷ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത്, ഈ ഗുരുവായൂരിൽ കഴിഞ്ഞ 50 വർഷമായിട്ടൊരു ഹിന്ദു സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല, അല്ല ഒരു ഹിന്ദു സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല എന്നാണ്. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൽ 48% ഹിന്ദുക്കളാണ്. അവിടെ ഇടതുപക്ഷമാകട്ടെ അല്ലെ വലതുപക്ഷമാകട്ടെ അവരൊരിക്കലും ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള ആൾക്കാരെ മത്സരിപ്പിക്കുന്നില്ല. സമീപ ജില്ലയായ മലപ്പുറത്ത് സംവരണ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഹിന്ദുക്കളെ മത്സരിപ്പിക്കുന്നതെന്നടക്കം വർഗീയ വിദ്വേഷ പരാമർശങ്ങളാണ് B. ഗോപാലകൃഷ്ണൻ നടത്തിയ. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത്, ഈ ഗുരുവായൂർ അമ്പലത്തിലെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ വന്നു എന്ന് അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന രീതിയിൽ നിലവിൽ MLAക്ക് പറയാൻ കഴിയുമോ എന്ന് അടക്കം ചോദിക്കുന്നു. ഈ വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ LDFും UDFും പരാതിയായി വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും അദ്ദേഹത്തെ അയോഗ്യനാക്കണം എന്നതും അടക്കമാണ് ഇവരാവശ്യപ്പെടുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയായിരിക്കും വിലയിരുത്തുക? B. ഗോപാലകൃഷ്ണൻ്റെ ഈ ഒരു വർഗീയ പരാമർശങ്ങൾ നമുക്കൊരു പുതുമയുള്ള കാര്യമല്ല, എന്നാലും നമ്മൾ അതിലേക്കാണ്. ജിമ്മി, ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പ്രകാരം B. ഗോപാലകൃഷ്ണൻ ഇപ്പം നടത്തിയിരിക്കുന്ന ഈ പരാമർശങ്ങൾ അതിനെങ്ങനെയാണ് കാണുന്നത്? അത്രത്തോളം ഗുരുതരമാണ്? അത് കമ്മീഷൻ തീരുമാനിക്കട്ടെ. നമുക്കറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത്. പക്ഷേ B. ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ ഫാക്ച്വൽ എററുണ്ടോ? കഴിഞ്ഞ 50 വർഷമായി ഗുരുവായൂരിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ ആണ് 2 വശത്ത് മത്സരിക്കുന്നത്. ശരിയല്ലേ? അതിനു മുമ്പ് കരുണാകര മേനോൻ, KG കരുണാകര മേനോൻ എന്ന് പറഞ്ഞിട്ട്, കോളു കോരിയത്ത് എന്ന് വേറൊരാളും, അങ്ങനെ 1-2 പേരാണ് 1960-ലും 65-ലും ഒക്കെ മത്സരിച്ചത്. അതിനുശേഷം മുഴുവൻ മുസ്ലിം സ്ഥാനാർത്ഥികളാണ്. അത് ഫാക്റ്റാണ്. പക്ഷേ അതിനകത്തുള്ളൊരു അപകടം, അത് ഗുരുവായൂർ മാത്രമല്ലെന്ന്, ഇത് എല്ലായിടത്തും ഇത് തന്നെയല്ലേ കഥ. ഇപ്പോൾ എൻ്റെ നാട് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ ഞാൻ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഞാൻ കണ്ടിട്ടേ ഇല്ല. അതെന്താ അവിടെ മുസ്ലിങ്ങളില്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞൊരു കണക്കുണ്ട്, 48% ഹിന്ദുക്കളാണ്, ബാക്കി കണക്കൂടെ ഞാൻ പറയാം. 10% ക്രിസ്ത്യാനികളാണ്, 42% മുസ്ലിങ്ങളാണ്. ഈ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം, ഹിന്ദു സമുദായം ആസ് എ ഹോൾ വോട്ട് ചെയ്യാറില്ല. അത് ജാതി പല ഘടകങ്ങൾ വെച്ചിട്ടാണ് വോട്ട് ചെയ്യാറ്. ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളിലും ഇതുണ്ടെങ്കിലും അത്രയുമില്ല. അപ്പോൾ ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ഏത് ഗ്രൂപ്പിന് മേൽക്കൈയുണ്ട്, അവരൊരു വോട്ട് ബാങ്കായിട്ട് വോട്ട് ചെയ്യുമ്പോൾ ഇത്തരം ബലാബലങ്ങൾ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷവും അതുപോലെ തന്നെ UDFും മുസ്ലിം സ്ഥാനാർത്ഥിയെ ചൂസ് ചെയ്യും. BJPക്ക് പറ്റുമായിരുന്നെങ്കിൽ BJP ചെയ്തതന്നെ. BJPയുടെ പൊളിറ്റിക്സ് വേറെ ആയതുകൊണ്ട് വേറെ വഴിയില്ല. ചുരുക്കത്തിൽ ഗുരുവായൂർ കിടന്ന് കരയുകയല്ലാതെ, മലപ്പുറത്ത് കിടന്ന് കരയുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. ഈ സാധനം ഇവിടെ വന്ന് പറയാൻ പറ്റുമോ? ഇവിടെ വന്നിട്ട് ഇതേ BJPയോട് ചോദിക്കുകയാണ്, പാർലമെൻറ്റിലേക്ക് നിങ്ങൾ ഒരാളെ പോലും നിർത്തിയില്ലല്ലോ മുസ്ലിം സ്ഥാനാർത്ഥിയായിട്ട്, എന്താ ഉത്തരം? അപ്പോൾ വേറെ എന്തെങ്കിലും പറയും, ഞങ്ങളോട് സഹകരിക്കാത്ത സമുദായം അങ്ങോട്ട് തന്നില്ല എന്ന് പറയും. ഇതേ വാദം തിരിച്ച് മുസ്ലിം ലീഗ് പറഞ്ഞാലോ BJPയോട്, മലപ്പുറത്ത് മുഴുവൻ മുസ്ലിങ്ങൾ, അതെന്താ നിങ്ങൾ ഹിന്ദുക്കൾ ഞങ്ങളോട് സഹകരിക്കുന്നില്ല? അങ്ങനെ പറഞ്ഞില്ലല്ലോ. തരാതരമായി പച്ച വർഗീയതയും തരാതരമായി വർഗീയ വിരുദ്ധ പ്രയോഗം നടത്തുന്ന പരിപാടിയാണ്. ഇതേ ഗോപാലകൃഷ്ണൻ തന്നെ പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു 2019 തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്തപ്പോഴാണെന്ന് തോന്നുന്നു, ഒരു പള്ളിയിലച്ഛനോട് അദ്ദേഹം സംസാരിക്കുന്നതാണ്. നോക്കൂ, തൃശ്ശൂർ റൗണ്ടിൽ പണ്ട് എത്ര ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും കച്ചവടം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളില്ല, ഇപ്പോൾ അവരേ ഉള്ളൂ. അപ്പോൾ ഈ അച്ഛൻ ഇത് മുഴുവൻ കേട്ടിട്ട് ശരിയാണെന്നോ തെറ്റാണെന്നോ അറിയാതെ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല, ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇത് സ്ഥിരം പരിപാടിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വർഗീയ പരാമർശങ്ങളിൽ നിങ്ങളൊരു അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, PK ശ്രീമതി ടീച്ചറുമായി ഒരിക്കൽ ഇങ്ങനെ ഒരു വലിയ പരാമർശം ഉണ്ടായിട്ട് അവസാനം സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പ് പറഞ്ഞ് 2024 എനിക്ക് തോന്നുന്നത്. സംവിധായകൻ കമലിനെ കമാലുദ്ദീൻ എന്ന് വിളിച്ചതും ഇദ്ദേഹമാണെന്നാണ് എൻ്റെ ഓർമ്മ. 2025 കഴിഞ്ഞ വർഷം സിനിമയിൽ കേരള സംസ്ഥാനത്തിൻ്റെ അവാർഡ് കിട്ടുമ്പോൾ അത് മുഴുവൻ മുസ്ലിങ്ങളുടെ പേര് മാത്രം പെറുക്കിയെടുത്ത് വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഗംഭീര പരിപാടി എന്ന് പറഞ്ഞതും ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഏത് കാലത്തും ഇങ്ങനെ വർഗീയത കാണുന്ന, അതുപോലെ തന്നെയാണ് സാംസ്കാരിക നായകന്മാരെല്ലാവരും ഒപ്പിട്ട് മോദിക്ക് ഒരു കത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഈ നാട്ടുകാരെ ആൾക്കൂട്ട കൊലപാതകങ്ങളും ഭക്ഷണത്തിൻ്റെ പേരിലുള്ള തല്ലും ഒക്കെ അവസാനിപ്പിക്കണമെന്ന് കത്തഴിച്ചപ്പോൾ അതിനകത്ത് അടൂർ ഗോപാലകൃഷ്ണൻ ഒപ്പിട്ടു. അടൂർ ഗോപാലകൃഷ്ണനെ തെറി വിളിച്ചു. എന്ത് പറഞ്ഞത്? അടൂർ ഗോപാലകൃഷ്ണൻ ചന്ദ്രനിലോ വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ പോകണമെന്ന് പറഞ്ഞു. ഇങ്ങനെ എടുത്ത് നോക്കിയാൽ നിങ്ങൾ ചുമ്മാ ഗൂഗിൾ ചെയ്താൽ മതി, B. ഗോപാലകൃഷ്ണൻ്റെ ചെയ്തികൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ലോഡ് സാധനം കാണാം. അതുകൊണ്ട് ഇതിന് വില കൊടുത്താൽ മതി. നിങ്ങളാരും വൈകാരികമായി ഇതിനെ കാണണ്ട. അയാൾ പറഞ്ഞത് ശരിയായ കാര്യം, അപ്പോൾ ശരിയാണെന്ന് തോന്നും. പക്ഷേ കേരളത്തിൽ, ഇന്ത്യയിൽ, രാഷ്ട്രീയത്തിൽ ഏത് വിഭാഗത്തിനാണ് പരമാവധി വോട്ട് കിട്ടുക നോക്കിയാണ് 99% സീറ്റുകളിലും സ്ഥാനാർത്ഥി നിർത്തുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രാതിനിധ്യമായിരിക്കും. അതുമാത്രമേ ഗുരുവായൂർ സംഭവിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. കുഴപ്പം ഇത് വെച്ച് ആളുകളെ ഇളക്കാമെന്നും 48% ഹിന്ദുക്കളുടെ വോട്ടെല്ലാം കൂടെ
അതാണ് ഇതിനകത്തെ പ്ലാൻ. ആ പ്ലാനാണ് ആലോചിക്കേണ്ടത്. നമ്മളില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ആരാ? നായരും ഈഴവനും അല്ല, നമ്മൾ ഹിന്ദുക്കൾ ഒരുമിച്ച്. അപ്പോൾ 42%. ഇപ്പുറത്ത് നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഇതാണ് എല്ലാ കാലത്തും ബി ജെ പിയും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഏത് സമുദായ സംഘടനകളും ശ്രമിക്കുന്നത്. ഇപ്പോൾ SNDP പറയുന്നത് എന്താണ്? SNDPക്ക് ഈഴവ മാത്രം പോരാത്തതുകൊണ്ടാണ് നമ്പൂതിരി മുതൽ നായാടി വരെയെന്നും പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്പൂതിരി മുതൽ നസ്രാണി വരെയെന്നും ആക്കിയത്. എങ്ങനെയാണ് അവരുടെ ലോട്ട് വലുതാക്കാനാണ് ശ്രമിക്കുന്നത്. അതുപോലെയാണ് BJPയുടെയും RSSൻ്റെയും അവരുടെ പ്ലാൻ നടക്കണമെങ്കിൽ ഹിന്ദുക്കൾ മുഴുവൻ ഒരു കെട്ടായി നിന്ന് ആലോചിക്കണം. അങ്ങനൊരു ചിന്താ പദ്ധതിയാണ്. ഹിന്ദു, അതായത് ജാതി മത വ്യത്യാസമില്ലാതെ ഹിന്ദു എന്ന രീതിയിൽ മനുഷ്യൻ ആലോചിക്കുന്നത് നല്ല കാര്യം. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇന്ത്യക്കാരനാണെന്നോ മലയാളിയാണെന്നോ ആലോചിക്കട്ടെ, അതും നല്ല കാര്യം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ പറയുന്നത് ഗുരുവായൂരിനെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചുമച്ചപ്പടി വിദ്യയാണ്. ഗോപാലകൃഷ്ണൻ്റെ ഒരു തമാശയായിട്ട് കണ്ടാൽ മതി, അതിന് പ്രത്യേകിച്ച് വിലയൊന്നും കൊടുക്കണ്ട. നിഷാദേ, ഈ ആളുകൾ അങ്ങേറ്റം പറയാൻ മടിക്കുന്ന അപകടകരമായ ഒരു വിദ്വേഷ രാഷ്ട്രീയം BJP എപ്പോഴും മുന്നോട്ട് വെക്കാറുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൂടിയിട്ട് അത് ഇവർ ഭയങ്കര സൂക്ഷ്മതയോടെ കടത്തിവിടാൻ ശ്രമിക്കുകയല്ലേ ഇപ്പോൾ? ഇത് ഒന്നാമത്തെ കാര്യം ഗുരുതരമായ തുറന്ന വർഗീയതയാണ് എന്നതാണ്. ഗോപാലകൃഷ്ണനെ പോലെ BJPയുടെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഒരു നേതാവിന് തനിക്ക് തുറന്ന വർഗീയത പറഞ്ഞാലും ഒന്നും സംഭവിക്കില്ല എന്ന കോൺഫിഡൻസ് ഉണ്ടാകുന്നത് ചെറിയ കാര്യമല്ല. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് പ്രകാരം നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ കഴിയാത്ത വാചകങ്ങൾ ആര് പറയുന്നു? ഗോപാലകൃഷ്ണൻ പറയുന്നു. ഗോപാലകൃഷ്ണൻ്റെ ചരിത്രം ജിമ്മി പറഞ്ഞല്ലോ. അദ്ദേഹം കേസരിയിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. അന്ന് ഗാന്ധിക്ക് പകരം കൊല്ലേണ്ടിയിരുന്നത് എന്ന മട്ടിൽ ലേഖനം എഴുതി തുടങ്ങിയ ആളാണ്. അന്ന് അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഇന്ന് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ വലിയ തോതിൽ ബയസ്ഡ് ആണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയും ഒരു പ്രത്യേക വിഭാഗത്തെ സഹായിക്കുന്നുവെന്ന ഗുരുതരമായ ആക്ഷേപമുള്ള ഒരു സമയമാണ് ഈ സമയം. തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ സുതാര്യതയിൽ ഞങ്ങൾക്ക് വിശ്വാസ്യതയില്ല എന്ന് കീ പ്ലേയേഴ്സായിട്ട് മറ്റ് പല കക്ഷികളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. നോക്കൂ, ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന ശക്തി ഈ തെരഞ്ഞെടുപ്പിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്. അത് പാളിയാൽ മറ്റു പല രാജ്യങ്ങളിൽ പോലുള്ള കലാപങ്ങൾക്ക് നാം സാക്ഷിയാവും. ഇപ്പോഴും നമ്മൾ ഈ സിസ്റ്റത്തിൽ വിശ്വസിക്കുന്നു. ആ സിസ്റ്റം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം അത്ര വലുതായിരിക്കെ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് BJPയുടെ ഒരു നേതാവ് ഇവിടെ. അത് കഴിഞ്ഞ കുറേ വർഷമായിട്ട് നരേന്ദ്രമോദി മുതൽ യോഗി ആദിത്യനാഥ് മുതൽ അമിത്ഷാ മുതലുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് നോക്കൂ, ഇതിനകത്ത് എന്താണ് ചെയ്യാൻ പോകുന്നുള്ള പ്രധാനമാണ്. ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനം നോക്കണം. നോ പാർട്ടി ഓർ കാൻഡിഡേറ്റ് ഷൽ ഇൻഡൾജ് എനി ആക്ടിവിറ്റി വിച്ച് മേ aggravate existing difference or create mutual hatred or cause tension between different castes and communities and religious or linguistic ആയിട്ടുള്ള വിഭാഗീയത ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയോ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയോ ചെയ്യാൻ പാടില്ല. There shall be no appeal to caste or communal feelings for securing votes. Mosques, churches, temples or other places of worship shall not be used as ഫോറം ഫോർ ഇലക്ഷൻ പ്രൊപ്പഗൻഡ. അങ്ങനെ കുറേ ദീർഘമായി എഴുതിയിരിക്കുകയാണ്. എന്തുകൊണ്ട് മതത്തെ ഏതെങ്കിലും നിലയ്ക്കുള്ള പ്രീണനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ സംയോജിപ്പിക്കാനോ വിഭജിക്കാനോ പരസ്പരം നിങ്ങൾ ഹേറ്റഡ് ഉണ്ടാക്കാനോ നിങ്ങൾ പ്രയത്നിക്കാൻ പാടില്ല എന്നാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം എഴുതി വെച്ചിരിക്കുന്നിരിക്കെ അതിനെ മറികടന്ന് സംസാരിച്ചാലും അതിനെ കുറുകെ നിന്നാലും എനിക്കും മോദിജിക്കും ഒന്നും സംഭവിക്കില്ല എന്ന ആത്മവിശ്വാസം ഗോപാലകൃഷ്ണൻ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു വെച്ചാൽ ഗുരുതരമായിട്ടുള്ള വിശ്വാസ പ്രശ്നം ആളുകൾക്ക് അതിനകത്തുണ്ടാവും. കമ്മീഷൻ ഇപ്പോൾ നാളെ ഇയാളെ പിടിച്ച് അയോഗ്യനാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കും. അതിപ്പോൾ നേരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കോടതി പരിശോധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന കാര്യമുണ്ട് അതിനകത്ത്. എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇയാളെ വിളിച്ചിട്ട് ഈ പരിപാടി നടക്കത്തില്ല എന്ന് കർശനമായി ശാസിക്കാൻ കമ്മീഷന് കഴിയും. സീരിയസ് ആയിട്ടുള്ള വാണിംഗ് കൊടുക്കാൻ കമ്മീഷന് കഴിയും. ഇതിനു മുൻപ് നമുക്ക് ഓർമ്മയുണ്ട് കോൺഗ്രസ് നേതാവ് സിദ്ധുവിനെ, മായാവതിയൊക്കെ അവരുടെ പ്രചാരണം 72 hours അല്ലെങ്കിൽ 5 ദിവസമൊക്കെ ബാൻ കട്ട് ചെയ്തിട്ടുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ മോശം കമൻറ്റ് നടത്തിയെന്നോ അല്ലെങ്കിൽ പീഡനം നടത്തിയെന്നൊക്കെ പേരിൽ. ആ പേരിൽ ഇപ്പോൾ ഗോപാലകൃഷ്ണനോട് നിങ്ങൾ ഇനി ഒരു 72 hours നിങ്ങളുടെ പ്രചാരണം പാടില്ല, നിങ്ങളുടെ ഫ്ലെക്സും പാടില്ല, നിങ്ങളുടെ ഒരു തരത്തിലുള്ള പ്രചാരണ സാമഗ്രികളും രംഗത്ത് വരാൻ പാടില്ല. അങ്ങനെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് കമ്മീഷൻ. ആ നിലപാട് ഇവിടുത്തെ കമ്മീഷൻ സ്വീകരിക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അല്ലെങ്കിൽ തുറന്ന വർഗീയത പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഇന്ത്യ നേരിടുന്ന പ്രശ്നം എന്താണ്? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 10-90 പരാതികളാണ് ഉയർന്നു വന്നത്. ആർക്കെതിരെ? ഈ പറഞ്ഞ BJP നേതാക്കൾക്കെതിരെ. മോദിക്കെതിരെ മാത്രം ഐ തിങ്ക് ഒരു 1 ഡസൻ പരാതികളുണ്ടായിരുന്നു. എല്ലാത്തിനകത്തും കമ്മീഷൻ എന്ത് ചെയ്തു? ഒഴിവാക്കി വിട്ടു. 2024 തെരഞ്ഞെടുപ്പിൽ മോദി നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനകത്ത് മോദിക്ക് നോട്ടീസ് അയക്കാതെ ആർക്ക് നോട്ടീസ് അയച്ചു? BJP പ്രസിഡന്റ് നോട്ടീസ് അയച്ചു. എന്നിട്ട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഖർഗയ്ക്ക് ഒരു നോട്ടീസ് അയച്ചു. രാഹുൽ ഗാന്ധി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ തീരുമാനം എടുത്തു കമ്മീഷൻ. അപ്പോൾ ഈ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആ സംവിധാനവും BJP നേതാക്കൾ നടത്തുന്ന ഈ പറഞ്ഞ പെരുമാറ്റച്ചട്ട ലംഘനം മോദി നടത്തിയ എന്തായിരുന്നു?
ഈ നുഴഞ്ഞുകയറ്റക്കാരെല്ലാം കൊണ്ടുപോകാൻ പോകുന്നുള്ള ഗുരുതരമായിട്ടുള്ള വർഗീയത പറഞ്ഞ ആളാണ്. യോഗി ആദിത്യനാഥ് പറഞ്ഞ വർഗീയത, അമിത്ഷാ പറഞ്ഞ വർഗീയത നമുക്കറിയാലോ. ഹെയ്റ്റ് ലാബ് എന്ന് പറഞ്ഞ സംഘടന 2024 ഇലക്ഷന് ശേഷം പുറത്തുവിട്ട കണക്കിനകത്തുണ്ട് ഇന്ത്യയിലെ ഭരണനായകന്മാരാണ് ഏറ്റവും കൂടുതൽ തുറന്ന വർഗീയത ഇന്ത്യയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണക്ക് അതിനകത്തുണ്ട്. അപ്പോൾ സ്വാഭാവിക നടപടി ഉണ്ടാകുന്ന കമ്മീഷനാണ്. ആ കമ്മീഷൻ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ജിമ്മി പറയുന്നത് ഇതിനകത്തൊരു ബി ഗോപാലകൃഷ്ണൻ്റെ ഒരു സ്ഥിരം നമ്പറാണെന്ന് പറയുമ്പോഴും ഒരു തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും കീപ്പ് ചെയ്യേണ്ട ഒരു മാതൃകാ പെരുമാറ്റ ചട്ടമുണ്ട്. നിങ്ങൾ വളരെ മെറിറ്റോറിയസ് ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സും പ്രാക്ടീസിലൂടെയും നിങ്ങൾ വോട്ട് നേടിയാൽ മതി എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമങ്ങളും നിയമാവലികളും എഴുതി വെച്ചിരിക്കുന്നത്. അതിനെ ഒരു പാർട്ടിക്ക് മാത്രമായി മറികടക്കാം, എന്ത് പച്ചവർഗീയതയും പറയാം എന്ന നിലയുണ്ടെങ്കിൽ അതിനെ തടയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ സംവിധാനത്തിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും. ഇത് നമ്മുടേതല്ല എന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും തോന്നും. ആ പ്രശ്നം ഒഴിവാക്കാൻ, ആ ഒരു ട്രസ്റ്റ് നിലനിർത്താൻ ഇതിനകത്ത് കർശനമായി ഇടപെടേണ്ട ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് എന്ന് ഞാൻ പറയും. അതിനോട് ഒരു കാര്യം കൂടി ചേർക്കും. ഇത്തരം വർഗീയത പറയുക, ഹിന്ദുക്കളെ നിങ്ങൾ സംഘടിക്കൂ, ഇത് മുസ്ലിങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തിനുള്ള സ്ഥലമല്ല എന്ന് പറയുന്നത് പോലീസിന് കേസെടുക്കാവുന്ന കാര്യമാണ്. ആളുകൾക്കിടയിൽ കമ്മ്യൂണൽ ഹേറ്റഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നതിന് പേരിൽ പോലീസിന് കേസെടുക്കാവുന്നതാണ്. KSU പോലീസിന് കേസ് കൊടുത്തിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുമേൽ എന്ത് നടപടിയെടുത്തു എന്ന് കൂടി ഉറക്കെ പറഞ്ഞിട്ട് വേണം ഗവൺമെൻറ് ഓഫ് കേരള ഇതിനകത്ത് അതിൻ്റെ പിന്നിലുള്ള പാർട്ടിയായ CPIയും CPMും ഒക്കെ കൂടി എന്ത് ചെയ്യാൻ. ഗോപാലകൃഷ്ണൻ വർഗീയത പറയരുതെന്ന് പറയണം, തർക്കമൊന്നുമില്ല. അതിനവർ കമ്മീഷന് പരാതി കൊടുക്കാൻ പോകുന്ന അറിയിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് KSUക്കാർ പോലീസിന് പരാതി കൊടുത്ത് കിട്ടിയതെന്ന് കേട്ടില്ല. അല്ലെങ്കിൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാം. പോലീസ് ഈ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ പോലീസിനെ കുറിച്ച് കേട്ട ഏറ്റവും വലിയ ദുരാരോപണങ്ങളിലൊന്ന്, ആക്ഷേപങ്ങളിലൊന്ന്, ഇവിടെ ആർക്കും എന്ത് വർഗീയതയും പറയാം, ഒരു യൂട്യൂബ് തുറന്നു വെച്ചാൽ ആർക്ക് എന്ത് വംശീയതയും പറയാമെന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടും അതിനെ തടുക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണവും ആക്ഷേപവും കേട്ടാണ് പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. അവസാനത്തെ ഉദാഹരണമാണിത്, ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഈ വർഗീയത. അയാളുടെ കോൺഫിഡൻസ് ലെവൽ തകർക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ള ചോദ്യം പിണറായി വിജയനോട് കൂടി ജനം ചോദിക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മാത്രമല്ല. അതെ, ഇത്തരം വർഗീയ പരാമർശങ്ങളെ നമ്മുടെ നാട് എല്ലായ്പ്പോഴും തള്ളിക്കളയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിയമസഭയിൽ BJP സംപൂജ്യരായിട്ട് തുടരുന്നതും. വീണ്ടും അത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.